നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്ത് കോമഡി വീഡിയോകൾ പങ്കുവച്ച സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ ഇൻഫ്ലുവൻസറാണ് അഖിൽ NRD. തുടർന്ന് അടുത്തിടെ ഏതാനും സിനിമകളിൽ ശ്രദ്ധേയമായ വേഷവും അഖിൽ ചെയ്തിട്ടുണ്ട്. അടുത്തിടെ തിയേറ്ററിലെത്തിയ മഹാരാജ ഹോസ്റ്റൽ എന്ന സിനിമയിൽ ശ്രദ്ധ നേടിയെടുത്ത താരം ഇപ്പോൾ സ്വകാര്യ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അഖിലിനെയും അഖിലിന്റെ ഭാര്യ മേഘ നായരെയും കുറിച്ചുള്ള ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അഖിലും ഭാര്യയും വേർപിരിഞ്ഞെന്നും ആ ബന്ധം പിരിയാനുണ്ടായ സാഹചര്യവുമാണ് ആളുകളുടെ പ്രധാന ചർച്ചാ വിഷയം. വിവാഹം കഴിഞ്ഞ 2 വർഷം മാത്രം തികയവെയാണ് അഖിലിന്റെ ഭാര്യ മേഘ മറ്റൊരാൾക്കൊപ്പം ജീവിക്കാനായി വീട് വിട്ട് ഇറങ്ങിപ്പോയത്. സംഭവം നടന്ന 2 ദിവസം കഴിഞ്ഞ ശേഷം ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും വൈറലായിരുന്നു. വർഷങ്ങളോളം പ്രണയിച്ച ശേഷമാണ് ഇരുവരും ആർഭാടപൂർവ്വം 2 വർഷം മുൻപ് വിവാഹിതരായത്. ഒട്ടുമിക്ക റീലുകളിലും അഖിലിനൊപ്പം ഭാര്യയും പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. വലിയൊരു ആഘാതമാണ് ജീവിതത്തിൽ ഉണ്ടായതെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ പങ്കാളിയായിരുന്ന വ്യക്തിയെ കരിവാരി തേക്കാനൊന്നും അഖിൽ നിന്നില്ല. ഈ കേസിന്റെ പേരിൽ മേഘയെ ആളുകൾ സോഷ്യൽ മീഡിയയിലിട്ട് പരിഹസിക്കുന്നത് കാണാൻ താല്പര്യമില്ല എന്നും അതിനാൽ താൻ കുറച്ചു ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ തുറക്കുന്നില്ല എന്നുമാണ് അഖിൽ പറഞ്ഞത്. ഞാൻ അഖിലിനെ വിളിച്ച് സംസാരിച്ചിരുന്നു, ഓക്കെ ആയിരിക്കുക എന്നല്ലാതെ ഈ വിഷയത്തിൽ വേറെ ഒന്നും പറയാനില്ല. അഖിൽ ആരെയും കുറ്റപ്പെടുത്തില്ല, അതാണ് അവന്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നതാണ്. അഖിലിന്റെ അടുത്തു നിന്നുള്ള ആളുകൾ എനിക്ക് വോയിസ് നോട്ടായി പലതും അയച്ചു. അവർക്കൊക്കെ ഇത് ആഘോഷമായിരുന്നു. ഒരാളുടെ ജീവിതം തകരുമ്പോഴും ഒരുത്തന്റെ ഭാര്യ ഒളിച്ചോടുമ്പോഴുമുള്ള സന്തോഷം ഈ നാട്ടുകാർ ചിന്തിക്കണ്ടേ? ഇവർക്കും ജീവിതത്തിൽ നാളെ ഇതുപോലെ സംഭവിച്ചാലോ എന്ന് CCTV ഫുട്ടേജ് ആരൊക്കെയോ എടുത്തു പുറത്തുവിടുന്നു. ഈ വിഷയം അറിഞ്ഞ ശേഷം ഞാൻ അഖിലിനെ വിളിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ അവനോട് ബഹുമാനം തോന്നുന്ന കാര്യമുണ്ട്. സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, പക്ഷെ അവളെ ഒന്നും പറയരുത്. അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു. അവൾക്ക് അതാകും ശരിയായി തോന്നിയത്. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാനായി സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു, ഞാൻ തിരിച്ചു വരും. ഇതൊന്നും ഒരു അവസാനമല്ല. അടുത്ത ഓപ്ഷൻ എടുക്കുക, അതുമായി മുന്നോട്ട് പോകുക. ഇതാണ് അഖിൽ എന്നോട് പറഞ്ഞതെന്നാണ് സായി കൃഷ്ണ വെളിപ്പെടുത്തിയത്. തിരിച്ചടികളിൽ നിന്നെല്ലാം കരകയറി അഖിൽ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. വളരെ മനോഹരമായൊരു റീല് പങ്കുവച്ചുകൊണ്ടാണ് അഖിൽ സോഷ്യൽ മീഡിയയിൽ തിരിച്ചെത്തിയത്. വീഡിയോ ഇതിനോടകം തന്നെ 1 കോടിയിലധികം ആളുകൾ കണ്ടുകഴിഞ്ഞു. ഫോട്ടോഗ്രാഫറായാണ് അഖിൽ വീഡിയോയിൽ അഭിനയിക്കുന്നത്. വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് ക്ഷണിക്കാനെത്തുന്ന സുഹൃത്ത് ചടങ്ങിനെത്തുമ്പോൾ ക്യാമറ കൂടി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നതാണ് റീൽ. സുഹൃത്തിന്റെ സാന്നിധ്യമല്ല, ക്യാമറയാണ് ആവശ്യമെന്ന് സന്ദേശമാണ് റീലിലൂടെ പറയുന്നത്. റീലിന്റെ അവസാന ഭാഗത്ത് ചിരിച്ചേ എന്ന് പറഞ്ഞാണ് അഖിൽ വീഡിയോ അവസാനിപ്പിക്കുന്നത്. വ്യക്തിജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ തിരിച്ചടികൾക്കും തർക്കങ്ങൾക്കും ശേഷമാണ് അഖിൽ പുതിയ റീലുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളിൽ ഇതുവരെയും പരസ്യ പ്രതികരണത്തിന് അഖിൽ തയ്യാറായിരുന്നില്ല. വിവാദങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു റീല് പങ്കുവയ്ക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വീഡിയോയ്ക്ക് താഴെ വലിയ പിന്തുണയുമായി നിരവധി ആരാധകരും സെലിബ്രിറ്റികളുമെല്ലാം അഖിലിന്റെ തിരിച്ചുവരവിനെ പ്രശംസിച്ച് എത്തിയിരുന്നു. പോസ്റ്റ് ചെയ്ത വെറും 1 മണിക്കൂറിനകം തന്നെ 5 മില്യണിലധികം ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. വീഴ്ചകൾ പറ്റിയാലും തിരിച്ചുവരവാണ് പലപ്പോഴും ഏറ്റവും വലിയ വിജയം. നടൻ കാളിദാസ് ജയറാം, ഗായിക ഹനാൻ ഷാ, ഇൻഫ്ലുവൻസർമാരായ ദിയ കൃഷ്ണ, അപർണ തോമസ് തുടങ്ങിയ നിരവധി പ്രമുഖരാണ് അഖിലിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. തങ്ങളുടെ സ്നേഹവും ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് കമന്റുകളുടെ പ്രവാഹമാണ് പോസ്റ്റിന് താഴെയുള്ളത്. അഖിലിന് സമൂഹമാധ്യമങ്ങളിൽ ലഭിക്കുന്ന വൻ ജനപ്രീതി തെളിയിക്കുന്നതാണ് ഈ റീലിന്റെ വ്യൂസ്. എല്ലാം ചിരിച്ചുകൊണ്ട് നേരിട്ട് മുന്നോട്ടു പോകണം. പലർക്കും നമ്മളെ അല്ല വേണ്ടത്, പകരം നമ്മുടെ പണവും ബാക്കി പലതുമാണ്. ഈ സമയവും കടന്നുപോകും. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോയല്ലേ പറ്റൂ. അത് പഴയതിലും ആത്മവിശ്വാസത്തോടെ ആകട്ടെ. ബ്രോയുടെ കണ്ണിൽ തന്നെയുണ്ട് ആ സങ്കടം. പക്ഷെ പോയത് പോയി, എന്തോ വലുത് വരാനുണ്ടായിരുന്നത് അങ്ങനെ ഒഴിഞ്ഞുപോയി എന്ന് കരുതിയാൽ മതി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. ഇപ്പോൾ ഏകദേശം 21 മില്യൺ കാഴ്ചക്കാരായിട്ടുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസറെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയ്ക്കാണ് സമൂഹമാധ്യമങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതികരണം നമ്മുടെ പഴയ തലമുറയിൽ നിന്നും ലഭിക്കുകയില്ലായിരുന്നു. അവനെ പരിഹസിക്കാനുള്ള മറ്റൊരു അവസരമായി മാത്രമേ മുൻ തലമുറയിലെ ആളുകൾ ഇതിനെ കാണുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ എത്ര പക്വമായിട്ടാണ് പ്രതികരിക്കുന്നത്. ഈ കമന്റ് ബോക്സ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ അഖിൽ സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. പരിഹാസങ്ങളും വിമർശനങ്ങളും ആശങ്കകളും മറികടന്ന് തനിക്കിഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ ഒരു കരിയർ കണ്ടെത്തിയ അഖിലിന്റെ യാത്രയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ടിക്ടോക്കിലൂടെയായിരുന്നു അഖിലിന്റെ സോഷ്യൽ മീഡിയ യാത്രയുടെ തുടക്കം. പിന്നീട് ഇൻസ്റ്റഗ്രാം റീലുകളിലേക്കും മോജ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കും അദ്ദേഹം സജീവമായി.
തുടക്കത്തിൽ ഇതെല്ലാം ഒരു ഹോബിയായും തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഇടമായിട്ടായിരുന്നു അഖിൽ കണ്ടിരുന്നത്. കണ്ടന്റ് ക്രിയേഷനിലൂടെ ആളുകൾക്കിടയിൽ പരിചിതമായ അഖിൽ അഭിനയത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. തന്റെ കഴിവ് അഭിനയത്തിലും അഖിൽ പരീക്ഷിക്കാൻ തുടങ്ങി. വിവാഹത്തിന് ശേഷമാണ് അഖിൽ സിനിമയിൽ കൂടുതൽ സജീവമായത്. പിന്നീട് സിനിമകളിലും അവസരങ്ങൾ ലഭിച്ചു. ആശകളായിരം, മഹാരാജ ഹോസ്റ്റൽ തുടങ്ങിയ സിനിമകളിൽ അഖിൽ അഭിനയിച്ചു. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിന്ന് സിനിമയിലെ അഭിനേതാവെന്ന നിലയിലേക്കുള്ള ഈ മാറ്റം അഖിലിന്റെ യാത്രയിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. സിനിമയിലേക്ക് എത്തുമ്പോൾ മുന്നിലുള്ള വെല്ലുവിളികളെക്കുറിച്ച് അഖിലിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എന്നാൽ തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുന്നത് എളുപ്പമല്ല. ഒരു കഥാപാത്രം ലഭിച്ചതുകൊണ്ട് തന്നെ ഒരു അഭിനേതാവിന്റെ യാത്ര വിജയകരമാകണമെന്നുമില്ല. തുടർച്ചയായ പരിശ്രമവും ക്ഷമയും ആവശ്യമാണ്. അഖിലിന്റെ കാര്യത്തിലും ഈ യാത്ര വ്യത്യസ്തമായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പരിചയം സിനിമയിലേക്ക് എത്താൻ സഹായിച്ചെങ്കിലും സിനിമ നിലനിൽക്കണമെങ്കിൽ കഴിവും പരിശ്രമവും ആവശ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മെർച്ചന്റ് നേവിയിലെ ജോലി ഉപേക്ഷിച്ച സമയത്ത് പലരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇന്ന് അഖിലിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നവരുമാണ് ഭൂരിഭാഗവും പേർ. കാരണം മറ്റുള്ളവർ നിശ്ചയിച്ച വിജയത്തിന്റെ നിർവചനത്തിന് പിന്നാലെ പോകുന്നതിന് പകരം തനിക്ക് സന്തോഷം നൽകുന്ന മേഖലയിൽ തന്നെ തന്റെ കരിയർ കെട്ടിപ്പടുക്കാനാണ് അഖിൽ ശ്രമിച്ചത്. ഒരു സുരക്ഷിത ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വരാനുള്ള തീരുമാനം ഒരാളുടെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവാണ്. ചിലർക്ക് ആവശ്യങ്ങൾക്ക് മാത്രം മതി നമ്മളെ. ഇതൊന്നും ഒരു അവസാനമല്ല, എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടണം. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് മനോഹരമായ ചിരിയോടെ മറുപടി നൽകി അഖിൽ NRD വ്യക്തിജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾക്കും വലിയ തിരിച്ചടികൾക്കും ശേഷം കൂടുതൽ കരുത്തോടെ സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചെത്തി. ഇൻഫ്ലുവൻസറും നടനുമായ അഖിൽ NRD ഭാര്യ ഉപേക്ഷിച്ചു പോയി എന്ന വാർത്തകളും തുടർന്നുണ്ടായ പ്രതിസന്ധികളും വലിയ ആഘാതമുണ്ടാക്കിയെങ്കിലും പങ്കാളിയായിരുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്താനോ കരിവാരിത്തേക്കാനോ അഖിൽ നിന്നില്ല. തിരിച്ചടികളിൽ തളരാതെ എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുന്ന അഖിലിന്റെ ഈ ഗംഭീര തിരിച്ചുവരവിനെ പ്രമുഖ താരങ്ങളും ആരാധകരും ഒന്നടങ്കം നെഞ്ചിലേറ്റി കഴിഞ്ഞു. അഖിൽ ആരെയും കുറ്റപ്പെടുത്തില്ല. അതാണ് അവന്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നതാണ്. അഖിലിന്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ആദ്യം കണ്ടത് ആരുടെയും പേര് പറയാതെയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. പിന്നീട് കമന്റ് ബോക്സിൽ അഖിലിന്റെ പേര് പലരും പറയുന്നുണ്ടായിരുന്നു. ഒരു സോഷ്യൽ മീഡിയയിലും ഭാര്യയെക്കുറിച്ച് അഖിൽ മോശമായി പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ആ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ ഓർക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സറിയാതെ നൊന്തുപോകും. പാവം അഖിൽ. സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു വാക്കാണിത്. പ്രശസ്തിയുടെയും ലൈക്കുകളുടെയും ലോകത്തിനപ്പുറം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പാവ മനുഷ്യന്റെ മനസ്സിലെ മുറിവുകൾ മാറാൻ സമയമെടുക്കും. പ്രതിസന്ധിയുടെ ഈ കറുത്ത ദിനങ്ങളെ അതിജീവിച്ച് അഖിൽ ശക്തമായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ആരാധകർ. അഖിലുമായുള്ള മേഘയുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം തികയുന്നതേയുള്ളൂ. അഖിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സമയത്താണ് പരിചയക്കാരനായ ബസ് തൊഴിലാളിക്കൊപ്പം മേഘ ഇറങ്ങിപ്പോയത്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലാകെ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ചിലത് മേഘയെ പരിഹസിച്ചും കുറ്റപ്പെടുത്തിയുമുള്ളതും മറ്റു ചിലത് അഖിലിനെ വിമർശിച്ചും കളിയാക്കിയുള്ളതുമാണ്. വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളും ഇവരുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്കും വീഡിയോകൾക്കും ലഭിക്കുന്നുണ്ട്. വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹം ചെയ്ത ജീവിത പങ്കാളി മറ്റൊരാൾക്കൊപ്പം പോയിട്ടും അവളെ കുറ്റം പറയരുത് എന്ന് പറയാൻ കാണിച്ച അഖിലിന്റെ മനസ്സിന്റെ വലുപ്പത്തെ പ്രശംസിക്കുന്നു എന്നാണ് ഫോളോവേഴ്സ് പറയുന്നത്. ഇത്രയും കാലം അഖിൽ നേടിയെടുത്തതെല്ലാം ഈ പക്വതയോടെയുള്ള പെരുമാറ്റത്തിലൂടെയാണെന്ന് പറയുന്നവരുമുണ്ട്. പൊതുവെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ് അഖിൽ. പക്ഷേ തനിക്ക് കണ്ടന്റ് ക്രിയേറ്റർ ആവണം, സിനിമയിൽ അഭിനയിക്കണം എന്നതൊക്കെ ആയിരുന്നു അഖിലിന്റെ ആഗ്രഹം. പഠനം പൂർത്തിയായപ്പോൾ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ അത് അല്ല തന്റെ പാഷൻ എന്ന് തിരിച്ചറിഞ്ഞ അഖിൽ ആ ജോലി വേണ്ട എന്ന് വെച്ചാണ് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് തിരിഞ്ഞത്. വിവാഹത്തിന് ശേഷമാണ് സിനിമയിലേക്കുള്ള അഖിലിന്റെ അരങ്ങേറ്റം. ജയറാമും കാളിദാസ് ജയറാമും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ആശകളായിരം എന്ന ചിത്രത്തിൽ നല്ലൊരു വേഷം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചു. അതിനുശേഷമാണ് മഹാരാജ ഹോസ്റ്റൽ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായി ഉള്ള അവസരം ലഭിച്ചത്. സിനിമയിൽ അങ്ങനെ സജീവമാകുന്നതിനിടയിലാണ് അഖിലിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളുണ്ടായത്. പക്ഷേ ഇതും താൻ അതിജീവിക്കും എന്നാണ് അഖിൽ NRD പറഞ്ഞതെന്ന് അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു.